നമസ്കാരം. വകയാറിന്റെ വിശ്വാസ ജീവിതത്തിൽ സുപ്രധാനമായ ഒരു ഏട് കൂടി കുറിക്കുകയാണ്. പത്തനംതിട്ട ഭദ്രാസനത്തിലെ വകയാർ സെന്റ് മേരീസ് മലങ്കര സുറിയാനി കത്തോലിക്ക ദേവാലയം ആത്മീയ നിറവിൽ. നവീകരിച്ച ദേവാലയത്തിന്റെ മൂറോൻ കൂദാശ ഏപ്രിൽ 11-12 തീയതികളിൽ നടക്കും. വിശ്വാസികൾ ഏറെക്കാലമായി കാത്തിരുന്ന ആ നിമിഷത്തിന് വകയാർ പുണ്യഭൂമി സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുകയാണ്. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ തലവനും പിതാവുമായ അഫ്യന്ത്യ മോറൻമോർ ബെസിലിയൂസ് ക്ലീമീസ് കാതോലിക്ക ബാബ ശുശ്രൂഷകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും. പത്തനംതിട്ട ഭദ്രാസന മെത്രാപ്പോലീത്ത അഫ്യോന്ത്യ സാമുവൽ മാർ ഐറേനിയോസ് ഉൾപ്പെടെ സഭയിലെ മറ്റ് ഉന്നത പിതാക്കന്മാരും വൈദികരും വിശ്വാസികളും ഈ പുണ്യ നിമിഷത്തിന് സാക്ഷ്യം വഹിക്കാനായി വകയാറിലേക്ക് എത്തും. കൂദാശ കർമ്മങ്ങളോടനുബന്ധിച്ച് ഇടവകയുടെ നേതൃത്വത്തിൽ വിപുലമായ ഒരുക്കങ്ങളാണ് പള്ളിയിൽ നടന്നു വരുന്നതെന്ന് വികാരി ഫാദർ വർഗീസ് കൈതോൺ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വകയാർ സെന്റ് മേരീസ് മലങ്കര കത്തോലിക്ക ഇടവകയുടെ ആഭിമുഖ്യത്തിൽ പുതുതായി പണി കഴിപ്പിച്ച ദേവാലയത്തിൻ്റെ മൂറോൻ കൂദാശ കർമ്മം ഏപ്രിൽ മാസം 6 മുതൽ 19 തീയതികൾ വരെ നമ്മുടെ നോട്ടീസിൽ കാണിച്ചിരിക്കുന്ന ശുശ്രൂഷ ക്രമീകരണങ്ങളോടെ നടത്താൻ ആഗ്രഹിക്കുകയാണ്. ഏപ്രിൽ മാസം 11-ാം തീയതി ശനിയാഴ്ച രാവിലെ 9 മണിക്ക് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ തലവനും പിതാവുമായ അത്യഭിവന്യ മോറോൻമോർ ബെസിലിയൂസ് കർദിനാൾ ക്ലീമീസ് കാതോലിക്ക ബാബ തിരുമേനിയുടെ മുഖ്യ കാർമ്മികത്വത്തിലും പത്തനംതിട്ട ഭദ്രാസന അധ്യക്ഷൻ അഭിവന്യ സാമുവൽ മാർ ഐറേനിയസ് തിരുമേനിയുടെയും പ്രഥമ മെത്രാപ്പോലീത്ത അഭിവന്യ യൂഹാനൻ മാർ ക്രിസോസ്റ്റം തിരുമേനിയുടെയും സഭയിലെ മറ്റ് പിതാക്കന്മാരുടെയും സഹകാർമ്മികത്വത്തിൽ നടത്താൻ നിശ്ചയിച്ചിരിക്കുകയാണ്. ഏപ്രിൽ മാസം 12-ാം തീയതിയാണ് പുതിയ ദേവാലയത്തിൽ ആദ്യമായി വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത്. അത് പത്തനംതിട്ട രൂപതയുടെ അധ്യക്ഷൻ അഭിവന്യ സാമുവൽ മാർ ഐറേനിയസ് തിരുമേനി ആയിരിക്കും. ആത്മീയതയ്ക്കൊപ്പം കാരുണ്യ പ്രവർത്തനങ്ങൾക്കും മാതൃകയാവുകയാണ് വകയാർ ഇടവക. ഇടവകയുടെ നേതൃത്വത്തിൽ കരുതലിന് കരം പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച 9ാമത്തെ വീട് നൽകും. ദേവാലയ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഭവനരഹിതരായ ഒരു കുടുംബത്തിന് മനോഹരമായ ഒരു വീട് നിർമ്മിച്ച് നൽകാൻ സാധിച്ചു എന്നത് വളരെ നന്ദിയോടുകൂടെ ഓർക്കുന്നു. ദേവാലയ കൂദാശയുമായി ബന്ധപ്പെട്ട് മറ്റ് പല ജീവകാരുണ്യ പ്രവർത്തനങ്ങളും നടത്താനായിട്ടും ആഗ്രഹിക്കുകയാണ്. ഇടവകയിൽ വാസയോഗ്യമായ വീടില്ലാത്ത 8 കുടുംബങ്ങൾക്ക് വാസയോഗ്യമായ ഭവനം ഒരുക്കിയ ശേഷമാണ് ഞങ്ങൾ ദേവാലയ പണി ആരംഭിച്ചത്. അപ്പോൾ ദേവാലയ കൂദാശയുമായി ബന്ധപ്പെട്ട് ഒരു വീടും കൂടെ പണിത് നൽകണം എന്ന ആഗ്രഹപ്രകാരം പുതിയൊരു വീട് ഏതാണ്ട് 12 ലക്ഷം രൂപ മുടക്കി അത് പണിത് അതിൻ്റെ കൂദാശ കർമ്മം ഈ കഴിഞ്ഞ തിങ്കളാഴ്ച ദിവസം നടത്തപ്പെട്ട് അങ്ങനെയാണ് ഈ ആഘോഷ പരിപാടികൾ ആരംഭിച്ചിരിക്കുന്നത്. വികാരി ഫാദർ വർഗീസ് കൈതോണിന്റെ നേതൃത്വത്തിൽ വിപുലമായ കമ്മിറ്റിയാണ് ചടങ്ങുകൾ ഏകോപിപ്പിച്ചിരിക്കുന്നത്. ട്രസ്റ്റി EJ ഇട്ടിച്ചെറിയാൻ, സെക്രട്ടറി ജോൺ സക്കറിയ, നിർമ്മാണ കമ്മിറ്റി ട്രസ്റ്റി മാത്യു ഡാനിയൽ, പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ വിശാൽ VL എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പത്തനംതിട്ട ഭദ്രാസനത്തിലെ തന്നെ ഏറ്റവും വലിയ ദേവാലയമായി വകയാർ പള്ളി മാറുകയാണ്. സഭയിലെ പത്തനംതിട്ട രൂപതയിലെ ഏറ്റവും വലിയ പള്ളിയാണ് ഇപ്പോൾ പണിത് കൂദാശിയാൽ ഒരുങ്ങുന്ന വകയാർ സെന്റ് മേരീസ് മലങ്കര കത്തോലിക്ക പള്ളി. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയിലെ ഏറ്റവും വലിയ 2ാമത്തെ ദേവാലയമാണ് വകയാർ ഇപ്പോൾ കൂദാശിയാൻ പോകുന്ന സെന്റ് മേരീസ് മലങ്കര കത്തോലിക്ക ദേവാലയം. ഈ കൂദാശ കർമ്മത്തിലേക്ക് നിങ്ങളെല്ലാവരെയും പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു. വകയാർ പള്ളി എന്ന പേരിൽ ഇതറിയപ്പെടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ ദേവാലയ നിർമ്മാണത്തിൽ ഇടവാംഗങ്ങൾ മാത്രമല്ല നാനാജാതി മതസ്ഥരെ അതിൽ സഹകരിച്ചു. മുസ്ലിം സഹോദരങ്ങളെ, ഹിന്ദുക്കളെ, മറ്റ് ഇതര സഭാ സമുദായങ്ങളിൽപ്പെട്ട ആളുകളെല്ലാവരും ഈ ദേവാലയ നിർമ്മിതിയിൽ സഹകരിച്ചതുകൊണ്ട് ഇത് വകയാർ പള്ളി എന്നറിയപ്പെടുന്നതായിരിക്കും കൂടുതൽ ശ്രേഷ്ഠം എന്നതുകൊണ്ടാണ് നോട്ടീസിൽ വകയാർ പള്ളി എന്ന് അത് പ്രത്യേകമായിട്ട് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ചരിത്രപ്രധാനമായ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് വിശ്വാസികൾ എത്തുമെന്നാണ് പ്രതീക്ഷ. മറ്റു വാർത്തകളുമായി വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കായി പേജ് ഫോളോ ചെയ്യുക. ഒരു സാധനം വച്ചെടുത്ത് കാണില്ല. എന്നാലും അതെവിടെ പോയി? അതെ, നിങ്ങൾ എങ്ങനെ കണ്ടായിരുന്നോ? ഞാനെങ്ങും കണ്ടില്ല. ആകെ കയ്യിലുണ്ടായിരുന്ന ഒരെണ്ണം. പെങ്കുചൊരെണ്ണ വളർന്നു വരുന്നത്. അതെങ്ങനെയാ? അതിനെ പറ്റിയുള്ള ബോധമൊന്നും ഇവിടെ ആർക്കും ഇല്ലല്ലോ. അതൊക്കെ പഴയതല്ലേ. പിന്നെ പുതിയത് കുറെ അങ്ങ് വാങ്ങി കൂട്ടുമല്ലേ. Mm-hmm.
സുവർണ സ്പർശവും ഒരു നൂറ്റാണ്ടിന്റെ വിശ്വാസവുമായി ഭീമ പത്തനംതിട്ട.